നമസ്കാരം പ്രിയമുള്ളവരെ. കഴിഞ്ഞ നാളുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മ കാണും. പക്ഷം മാറുന്നത് തെറ്റല്ല, പക്ഷേ പക്ഷം മാറുന്നെങ്കിൽ അവർ രാജിവെച്ചല്ലേ പോകേണ്ടത്. കലാരാജുവിൻ്റെ വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്തപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണ് കലാരാജുവിനെതിരെ ചെയ്തതിനെ ന്യായീകരിക്കാൻ പക്ഷം മാറുന്നത് തെറ്റില്ലെന്നും അത് രാജിവെച്ച് പോകണമെന്നും പറഞ്ഞു. ഞാനന്ന് ആ ചർച്ചാവേളയിൽ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം, പായിപ്ര പഞ്ചായത്തിൽ ആ സംഭവം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് കോൺഗ്രസ്സിലെ സമാനമായ നിലയിലുള്ള ഒരു വനിതാ പഞ്ചായത്ത് അംഗത്തെ കൂറുമാറ്റി കൊണ്ടുപോയി വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് ജയിപ്പിച്ചതിന് ശേഷമാണ് പിണറായി വിജയൻ ഈ വേദവാക്യം ഓതുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി കോൺഗ്രസ് UDF പ്രവർത്തകരോടും ഈ സമൂഹത്തോടും എനിക്ക് പറയാനുള്ളത്, കാലത്തിൻ്റെ ഒരു നീതിയുണ്ട്. ആ നീതിയുടെ നടത്തിപ്പ് ഭാഗ്യവശാൽ ഇന്ന് എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പായിപ്ര ഗ്രാമപഞ്ചായത്തിൽ പിണറായി വിജയൻ പറഞ്ഞതുപോലെ UDF പക്ഷത്തേക്ക് അല്ലെങ്കിൽ LDF പക്ഷം വിട്ട ഒരു പഞ്ചായത്ത് അംഗം രാജിവെച്ചിരുന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുജാത ജോൺ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചരിത്രത്തിൻ്റെ കാവ്യനീതി പോലെ ഇതേ ദിവസം കോൺഗ്രസ് വിട്ട് മറുപക്ഷത്തു പോയി പഞ്ചായത്ത് പ്രസിഡന്റായ അസിക്കെതിരായി നമ്മൾ നടത്തി വന്നിരുന്ന കേസിൻ്റെ വിധി പറയാനായി ഇന്ന് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സുജാത ജോൺ ജയിച്ച് ഏതാനും മിനിറ്റുകൾക്കകം നമ്മളെ തേടി വന്ന വാർത്ത, നമ്മളെ ചതിച്ച് വഞ്ചിച്ച് കൂറുമാറി അപ്പുറം പോയി പ്രസിഡന്റായ അസിയെ നിയമ സംവിധാനത്തിലൂടെ നമുക്ക് അയോഗ്യനാക്കാൻ കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ പായിപ്ര ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ 11 അംഗങ്ങൾ നമുക്കും 10 അംഗങ്ങൾ LDFനുമായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ഞങ്ങൾക്കൊക്കെ ഏറെ ആദരണീയനായ ഒരു മുതിർന്ന നേതാവിനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ ആഗ്രഹിച്ച് തുടങ്ങി വെച്ച പരിശ്രമം രാഷ്ട്രീയ അട്ടിമറികളിലൂടെ അട്ടിമറിക്കപ്പെട്ട് ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂറുമാറി ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉണ്ടാക്കിയ ആ നെറിയില്ലാത്ത രാഷ്ട്രീയത്തിന് പ്രതികാരം ചെയ്യാൻ, ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്, ജനാധിപത്യപരമായി പ്രതികാരം ചെയ്യാൻ കിട്ടിയൊരവസരം, അതിൻ്റെ റിസൾട്ട് പുറത്തു വന്ന സന്തോഷത്തിലാണ് ഞങ്ങൾ കോൺഗ്രസ് UDFകാർ ഇവിടെ. ഇതുപോലെ ജനാധിപത്യത്തിൽ വീറുറ്റ പോരാട്ടമാണ് നമ്മൾ